നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറി എന്താ അറിയോ? ഇന്ന് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക, ഒരു 1/4 കിലോ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, പിന്നെ ഒരു കഷ്ണം മത്തങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും കൂടി വെറുതെ സവാള ഇട്ടിട്ട് ഒരു തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കി കേട്ടോ. ഒഴിച്ചു കൂട്ടാനൊന്നുമല്ല കേട്ടോ, വെറുതെ ഒരു തോരൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ മത്തങ്ങയ്ക്ക് പകരമുണ്ടല്ലോ ഉരുളക്കിഴങ്ങാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കഷ്ണം മത്തങ്ങയേ ഉള്ളൂ, അത് എന്താ വെക്കേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ തല പുണ്ണാക്കാനൊന്നും പോയില്ല. ഞാൻ വേഗം തന്നെ ആ വെണ്ടയ്ക്കയുടെ കൂട്ടത്തിലിട്ട് കറി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് മാത്രം കേട്ടോ പൊട്ടിക്കുന്നുള്ളൂ. പിന്നെ ഒരു സവാളയും കൂടി ചേർത്ത് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. വേറെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർക്കണില്ല, വെറുതെ സിമ്പിളായിട്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് ഗ്യാസ് ഒന്ന് ചെറുതാക്കി വെക്കാം കേട്ടോ. പിന്നെ മത്തങ്ങയും വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോകും. വെള്ളമൊന്നും ചേർക്കണില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുഴഞ്ഞു പോകും വെണ്ടയ്ക്കയൊക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഇതിങ്ങനെ പതുക്കെ പതുക്കെ വെന്ത് മൊരിഞ്ഞ് വരണം, അതിന് വേണ്ടിയാണ് കേട്ടോ. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു 8-10 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അത് എന്നാലാണ് അത് പാകത്തിന് വെന്ത് വരുള്ളൂ, കാരണം വെള്ളം ഒട്ടും ചേർക്കണില്ലല്ലോ. അപ്പോൾ ഒരു 7-8 മിനിറ്റ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ മത്തങ്ങ കുറച്ച് വേഗം താമസം എടുത്തു കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. ചില മത്തങ്ങ ഉണ്ടല്ലോ പെട്ടെന്ന് വെന്ത് വരും, അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക കുറച്ച് വലുതാക്കി ഇട്ടത്, അതുകൊണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് സമയം എടുക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ച് വീണ്ടും ഒന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യാൻ, അതായത് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ആ ചട്ടുകം കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം, അത് മാത്രം മറക്കരുതെന്നേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഈ മത്തങ്ങയ്ക്ക് പകരം നമ്മൾ ഉരുളക്കിഴങ്ങാണ് ചേർക്കണമെങ്കിലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരിക്കും, അത് നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ അതിലേക്ക് നാളികേരം ചേർക്കുകയാണ് കേട്ടോ. നാളികേരം ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ ആ ചൂടിൽ വീണ്ടും ഒന്നും കൂടി എല്ലാം കൂടി ആ മത്തങ്ങയൊക്കെ ഒന്നും കൂടി വെന്ത് വരും. അത്രയേ ഉള്ളൂ, വെറുതെ സിമ്പിളല്ലേ. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് ചോറ് ഓഫീസിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ പോലെ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ.